ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 6-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. So we are reading from Bhagavad Gita as it is, chapter 6, 15th sloka onwards. युञ्जनेवं सदात्मानं योगी नियतमानसां शान्तिं निर्वाणपरमं मत्संस्थानधिगच्छति। युञ्जनेवं सदात्मानं योगी नियतमानसां शान्तिं निर्वाणपरमां मत्शान्ताम् अधिगच्छति. हरे कृष्ण. स्मिता माताजी. हरे कृष्ण प्रभु. नमो भगवते वासुदेवाय. युञ्जनेवं सदात्मानं योगी नियतमानसः शान्ति निर्वाण परमां मत्संस्थामधिगच्छति. हरे वेरी गुड. कृष्ण. श्यामला माताजी. युञ्जन्नेवं सदात्मानं योगे नियतमानसः शान्ति निर्वाण परमां संस्थामधिगच्छति. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം ദിവ്യപൂജയസ്യ ഭക്തിവേദാന്ത സ്വാമി ശ്രീല. ഇങ്ങനെ മനസ്സ്, ശരീരം, പ്രവർത്തനങ്ങൾ എന്നിവകളെ നിരന്തരം ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ആത്മനിയന്ത്രണം സാധിച്ച അതീന്ദ്രിയ ജ്ഞാനി ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് ദൈവ സാമ്രാജ്യം പോകുന്നു. ഹരേ കൃഷ്ണ. Hare Krishna. Thus, practicing constant control of the body, mind, and activities, the mystic transcendentalist, his mind regulated, attains to the kingdom of God or the abode of Krishna by cessation of material existence. അത് 6-ാമത്തെ അധ്യായം ധ്യാനയോഗത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു യോഗിവര്യൻ മനസ്സിനെയും മനസ്സ് അതേപോലെ വാക്കുകളെ എൻ്റെ ആക്ടിവിറ്റീസ് മനസ്സ വാച കർമ്മണ ഇത് മൂന്നിനെയും റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അറ്റൈൻസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ അബോർഡ് ഓർ ദ അബോർഡ് ഓഫ് കൃഷ്ണ ബൈ സെസേഷൻ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. ഇവിടെ പ്രഭുപാദ പറയുന്നത് ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ്. മറ്റേ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ പരമാത്മാവിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളൊരു ഭക്തിയും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിക്കില്ല. അതായത് ഭഗവാന്റെ ആ ഭഗവത് ധാം, ഭഗവാന്റെ അബോർഡ്, ഭഗവാന്റെ ആ ധാമിലെത്താൻ പറ്റില്ല. പരമാത്മാ റിയലൈസേഷൻ ആണെങ്കിൽ അദ്ദേഹത്തിന്, കാരണം അവിടെ സർവീസ് ഇതേവരെ ഉത്ഭവിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു അഷ്ടാംഗ യോഗി, അഠയോഗി ഒരു ഭക്തനും കൂടി ആണെങ്കിൽ അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, അവർ എത്തിപ്പെടാൻ സാധിക്കുന്ന ആ ഒരു പരമ ലക്ഷ്യത്തെയാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അതാണ് അങ്ങനെ മനസ്സും
കർമ്മവും നമ്മുടെ സ്പീച്ച് വാക്കുകളെല്ലാം നിയന്ത്രിച്ചിട്ട് ഈ സാധന തുടരുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തും? നമ്മളുടെ ഈ ഭൗതിക ജീവിതം അവസാനിച്ചിട്ട് ഭഗവാന്റെ ധാമിലെത്തും. അറ്റൈൻസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ എബോർഡ് ഓഫ് കൃഷ്ണ. വെറും അഷ്ടാംഗ യോഗിയാണെങ്കിൽ അത് സംഭവിക്കില്ല. അഷ്ടാംഗ യോഗിയാണ്, അതേസമയം ഭക്തനും ആണെങ്കിൽ അത് സംഭവിക്കും. ഭക്തി ഇല്ലെങ്കിൽ സംഭവിക്കില്ല, ഭഗവാന്റെ ധാമിലെത്താൻ പറ്റില്ല. അപ്പോൾ അഷ്ടാംഗയുഗ പ്ലസ് ഭക്തി. വെറും കർമ്മം കൊണ്ട് നമുക്ക് ഭഗവത്ധാമിൽ പോകാൻ പറ്റില്ല. വെറും ജ്ഞാനം കൊണ്ട് ഭഗവത്ധാമിൽ പോകാൻ പറ്റില്ല. വെറും യോഗ പ്രാക്ടീസ് കൊണ്ട് ഭഗവത്ധാമിൽ പോകാൻ പറ്റില്ല. അവിടെ ഭക്തി ഉണ്ടായിരിക്കണം. ഭക്തി എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഭക്തി ഉണ്ട്. ഭക്തി ഒരു ജനറൽ വേർഡാണ്, ഒരു കോമൺ വേർഡാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നല്ലൊരു ഭക്തനാണ്, നല്ലൊരു ഭക്തയാണ്, അല്ലേ? അവർ നല്ലൊരു, എന്താ അതിൻ്റെ അർത്ഥം? നമ്മള് അതായത് മറ്റുള്ള ആൾക്കാരെ കുറച്ച് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഭക്തനാണ്, നല്ലൊരു ഭക്ത എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ ഭക്ത തലത്തിലേക്ക് എത്തണം. ശുദ്ധ ഭക്തി ഉണ്ടായിരിക്കണം. ശുദ്ധ ഭക്തി എന്താണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത്? അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തികുത്തമം. അന്യ അഭിലാഷ ശൂന്യമായിരിക്കണം. ഒരു അഭിലാഷ, അതായത് ഭൗതിക തലത്തിലുള്ള ഒരു അഭിലാഷി, അതായത് പേരും പ്രശസ്തിക്കും ധനത്തിനും അല്ലെങ്കിൽ മറ്റുള്ള ഐശ്വര്യങ്ങൾക്കും, അതിനുള്ള ഒരു അഭിലാഷം പാടില്ല. ഒറ്റ അഭിലാഷേ പാടില്ല. എന്നാണ് ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുക. ആ അഭിലാഷം മാത്രമേ പാടുള്ളൂ. അപ്പൊ അന്യ അഭിലാഷ ശൂന്യമായിരിക്കണം. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ: ജ്ഞാന കർമ്മ ആദി തുടങ്ങിയ മുതലായ, അല്ലെ? ജ്ഞാനം കർമ്മം. ജ്ഞാനികൾക്ക് എന്താണ്? എനിക്ക് ഞാനൊരു പണ്ഡിതനാണ്, ഞാൻ സ്കോളറാണ്, ഫിലോസഫറാണ്, എനിക്ക് പാണ്ഡിത്യമുണ്ട്, എനിക്ക് കുറെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ബൈഹാർട്ട് അറിയാം, 700 ശ്ലോകങ്ങൾ ബൈഹാർട്ട് അറിയാം, ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ബൈഹാർട്ട് അറിയാം. ഇതൊക്കെ സ്കോളർഷിപ്പാണ്. സ്കോളർഷിപ്പ് കൊണ്ട് ഭക്തി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സംസ്കൃത് ലാംഗ്വേജ് അറിയാം, അതുകൊണ്ട് ഭക്തി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരാള് PhD ആണ് സംസ്കൃതില്, ഭക്തനാണെന്ന് യാതൊരു നിർബന്ധമില്ല, അല്ലേ? അപ്പോ ഈ ജ്ഞാനത്തിനുള്ള ആ ഒരു ആഗ്രഹം ഇല്ലാതിരിക്കുക. കർമ്മം അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മള് നല്ല നല്ല സത്കർമ്മങ്ങൾ ചെയ്തിട്ട് അതിന്റെ ഫലം ഇച്ഛിക്കുക. നമ്മൾ സ്കൂൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുക്കുന്നു, വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ദാനം ചെയ്യുന്നു. ഇതൊക്കെ എന്തിനാണ്? എനിക്ക് കൂടുതൽ ഐശ്വര്യം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്. അതാണ് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. എന്തെങ്കിലും ഇച്ഛിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, ദാനകർമാദികൾ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനം. നല്ലതാണ്, ശരീരത്തിന് വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ശരീരത്തിന് മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. നല്ലൊരു സ്കൂൾ ഉണ്ടാക്കി കൊടുത്തു, അതിലെന്താ അവിടെ വിദ്യ കൊടുക്കുന്നത്? ഭൗതിക തലത്തിലുള്ള വിദ്യയാണ്. ഹോസ്പിറ്റലിൽ അവിടെ എന്താണ് ശുശ്രൂഷിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്, അല്ലേ? വേറൊരു ശുശ്രൂഷയില്ല. നമ്മുടെ ആത്മാവിനെ ശുശ്രൂഷിക്കുന്നില്ല, നമ്മുടെ ആത്മാവിനെ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തുന്നില്ല. ഉണ്ടോ? ഇല്ല. ആ സ്കൂൾ കൊണ്ട് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുന്നു. ആ വീട് എന്താണ്? നമുക്ക് താമസിക്കാൻ നല്ല സൗകര്യം ഉണ്ടാക്കി തരുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, അതുകൊണ്ട് നമ്മളുടെ കോൺഷ്യസ്നെസ്, അവബോധം പ്യൂരിഫൈ ആവുന്നില്ല, ശുദ്ധീകരിക്കപ്പെടുന്നില്ല, നമ്മുടെ വിശപ്പ് മാറുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനം. ഇത് ആവശ്യമാണ്, എല്ലാം നല്ല പറയുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഭക്തിയും കൂടിയും ചേർക്കുമ്പോൾ, ഓക്കെ, നമ്മൾ നല്ലൊരു വീടുണ്ടാക്കി, ഒരാൾക്ക് വീടില്ല, നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തു, നമ്മുടെ കയ്യിൽ പണമുണ്ട്, അതിനുള്ള കഴിവുണ്ട്. പക്ഷെ ആ വീട് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ കഥകൾ പറയാൻ വേണ്ടിയിട്ടും അവിടെ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതായി, അതുകൂടെ ഭക്തി അടായി. അപ്പൊ അത് സ്പിരിച്വൽ സർവീസായി, അല്ലേ? അതേപോലെ നമ്മൾ ഒരാളെ ധനം കൊടുത്ത് സഹായിച്ചു, ആ ധനം കൊടുത്ത് സഹായിച്ച ആ വ്യക്തി ഒരു നല്ലൊരു ഭക്തനായിട്ട് മാറി, നമ്മളുടെ സമ്പർക്കം കാരണം. അങ്ങനെ നമ്മൾ ആ ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നു അതെല്ലാം ഭഗവാനായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അവരും കൂടിയും ആ ഭഗവത് സേവനത്തിൽ കൊണ്ടുവരാണെങ്കിൽ അത് സ്പിരിച്വൽ സർവീസായി. അത് ഭൗതിക കാര്യമേ അല്ല, അതൊരു ജീവകാരുണ്യ പ്രവർത്തനം മാത്രമല്ല, അതിൻ്റെ കൂടെ ഭഗവത് സേവനം കൂടിയുമായിട്ട് മാറുന്നു.
അപ്പൊ ജ്ഞാനം, കർമ്മം, ഇതെന്താണ്? ഇതുകൊണ്ട് ഭക്തി ഉണ്ടാവണമെന്ന് നിർത്തുന്നില്ല. അപ്പൊ ജ്ഞാന, കർമ്മ, ആദി പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്ന് നമ്മൾ ഫ്രീ ആയിരിക്കണം. പിന്നെ എന്താണ്? ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിവൃത്തം. ആനുകൂല്യേന കൃഷ്ണാനു, അതായത് ഭഗവാന് ഫേവറബിൾ ആയിട്ടുള്ള, അനുകൂലമായിട്ടുള്ള ആ ഭക്തി ആയിരിക്കണം. അതായത് ഭഗവാൻ എന്താണോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ഭഗവത്ഗീതയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്, അത് പ്രകാരം നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ, അതാണ് നമ്മുടെ ഇതിന് ആനുകൂല്യാണ് കൃഷ്ണാനുശീലം ഭക്തി. അതാണ് ഉത്തമ ഭക്തി. പറയുന്നല്ലോ, എന്താണ് പറയുന്നത്? ആനുകൂല്യസ്യ സങ്കല്പ, പ്രതികൂലസ്യ വർജനം. അല്ലേ? അനുകൂലമായിട്ടുള്ളത് നമ്മൾ ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. പ്രതികൂലമായിട്ടുള്ളത് നമ്മൾ റിജക്ട് ചെയ്യണം. അപ്പൊ കംസൻ കൃഷ്ണ കോൺഗ്രസ് ആണോ? കംസൻ കൃഷ്ണ കോൺഗ്രസ് ആണോ? അതെ. എങ്ങനെയാണ്? ആനുകൂല്യമാണോ പ്രതികൂലമാണോ? പ്രതികൂലം. കംസൻ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് എന്നെ കൊല്ലാൻ വരുന്നത്, എപ്പോഴാണ്, എപ്പോഴും 24 മണിക്കൂറും ഭഗവാനെ പറ്റി ചെയ്തേ ഉള്ളൂ. പക്ഷെ അത് പ്രതികൂലമായിട്ട്. പക്ഷെ നമ്മളിവിടെ എങ്ങനെയല്ല, അനുകൂലമായിട്ടാണ്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, പേടിച്ചിട്ടല്ല, സ്നേഹത്തോട് കൂടിയിട്ടാണ്. അതാണ് വ്യത്യാസം. അപ്പൊ ആണ് ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തി ഉത്തമം. അപ്പൊ അങ്ങനെ ഉത്തമ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ടാ പറയും. പിന്നെ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തഥാം ഭക്തിയ ഉപകൃതം അസ്നാമി പ്രയതാത്മ. പത്രം പുഷ്പം ഫലം തോയം, അത് നമ്മള് എത്ര വലിയൊരു പണക്കാരനാവണമെന്നോ പണ്ഡിതനാവണമെന്നോ യാതൊന്നും പറഞ്ഞില്ല. ഒരു ക്രൈറ്റീരിയ ഇല്ല ഭക്തനാവാൻ. ഒരു പണ്ഡിതന് മാത്രമേ ഭക്തനാവാൻ പറ്റൂ, അല്ലെങ്കിൽ സുന്ദരനോ ഒരു സുന്ദരിക്ക് മാത്രമേ ഭക്തനാവാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു ധനാഢ്യന് മാത്രമേ ഭക്തനാവാൻ പറ്റൂ, അല്ലെങ്കിൽ നല്ല ശക്തിയുള്ളവരെ മാത്രമേ ഭക്തനാവാൻ പറ്റൂ, നല്ല അറിവിന് ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കും ഭക്തനാവാം. ഒരു ക്രൈറ്റീരിയ ഇല്ല. ഈ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഒരിക്കലും നല്ല കുടുംബത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ അവർക്ക് മാത്രമേ പറ്റാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രഹ്ലാദ മഹാരാജാവിന് ഏത് കുലമഹിമയുണ്ടാകും? അസുര കുടുംബത്തിൽ ജനിച്ച നല്ലൊരു ഭക്തനായില്ലേ? ഇല്ലേ? ധ്രുവ മഹാരാജാവിന് 5 വയസ്സായിട്ടുള്ള ബാലൻ, എന്ത് പാണ്ഡിത്യം ഉണ്ടായിരുന്നു? ഒന്നുമില്ല, ഭക്തനായില്ലേ? ഖുബ്ജ എന്ത് സൗന്ദര്യം ഉണ്ടായിരുന്നു? പല സൗന്ദര്യമുണ്ട്. ഹഞ്ച് ബാക്ക് ആയിരുന്നു, അല്ലേ? മുതു വളഞ്ഞ് ഭഗവാന്റെ കൃപ കൊണ്ട് സുന്ദരിയായി. അപ്പോ ആ സൗന്ദര്യം വേണ്ട, നല്ല സ്വത്ത് വേണം. സ്വത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സുധാമ കുചേലന് എന്ത് സ്വത്തുണ്ടായിരുന്നു? ഒരു സ്വത്തും ഉണ്ടായിരുന്നില്ല, ഭക്തി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതൊന്നുമല്ല ക്രൈറ്റീരിയ. നേരെ മറിച്ച് ഇതുള്ളവർക്ക് ഭക്തി ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ബുദ്ധി മഹാറാണി പറയുന്നത്, ജന്മൈശ്വര്യ ശ്രുത ശ്രീബീർ ഏതമാന മതപ്പുമാൻ. ജന്മ ഐശ്വര്യ ശ്രുത ശ്രീ, ഇതെല്ലാം നമ്മളുടെ ഭക്തിയിലെ ചിലപ്പോൾ വിഘ്നങ്ങളായിട്ട് തരും. ചിലപ്പോൾ, എല്ലാവർക്കുമല്ല, ചില സമയത്ത് അതിന് വിഘ്നങ്ങളായിട്ട് തരും. എന്താണ്? ജന്മ. അപ്പൊ എനിക്കെഴുതണോ, ഞാൻ നല്ല കുടുംബത്തിലാണ് ജനിച്ചെന്ന്, എൻ്റെ തറവാട് മഹിമ, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ആളുണ്ട്, ആൾബലമുണ്ട്, അതേപോലെ പണത്തിന്റെ ബലമുണ്ട്, ബാക്കി അറിവിന്റെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തന്നെ ഭഗവാൻ, ഞാൻ വിചാരിക്കുന്ന എല്ലാം സാധിക്കും, അതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ ആവശ്യമില്ല. അപ്പൊ ജന്മം, ആ കുലമഹിമ, എന്നെ കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ പാണ്ഡവന്മാരുടെ ആ കുലമഹിമ, ഭഗവാൻ അർജുനെ വിളിക്കുന്നത് ഓ പാർത്ഥ. എന്താണ് പാർത്ഥ എന്ന് പറഞ്ഞിട്ട്? കാരണം പാർത്ഥ എന്ന് പറഞ്ഞ പൃഥയുടെ മകൻ, പൃഥയുടെ ആ ഒരു കുലമഹിമയുടെ കെയർ ഓഫിലാണ് അങ്ങനെ പാർത്ഥ എന്ന് പേര് പറഞ്ഞു. യദുവംശത്തിൽ ജനിക്കുന്നു ഭഗവാൻ. ഓ ഭാരത എന്ന് പറയുന്നു, ഭരതന്റെ ആ ലീനേജിൽ വരുന്നു. അപ്പൊ ഇതെല്ലാം കുലമഹിമയാണ് കാണിക്കുന്നത്, ഡൈനാസ്റ്റി, അല്ലേ? അപ്പൊ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ആ ഒരു മഹിമ കൊണ്ട് നമുക്ക് അറോഗൻസ് വരാം, നമുക്ക് അഭിമാനം, അഹങ്കാരം വരാം. ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ചു. അപ്പൊ അതുകൊണ്ട് ഭക്തിക്ക് ചിലപ്പോൾ അത് വിഘ്നമായിരിക്കും. ജന്മ ഐശ്വര്യ,
ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ധനം. ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ എന്നുള്ള ഒരു വിചാരം, അതും നമ്മളുടെ ഭക്തിയെ ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിക്കും. ശ്രുത പറഞ്ഞ നോളജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും എനിക്ക് ബൈഹാർട്ട് അറിയാം, ഭാഗവതയിലെ എല്ലാ ശ്ലോകങ്ങളും എനിക്ക് ബൈഹാർട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് ഭക്തി ഉണ്ടായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. അതൊരു സ്കോളർഷിപ്പ് മാത്രമാണ്. ഭക്തി എവിടെ വരുന്നത്? ശ്രീ പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യം. അതേപോലെ ശ്രീ സൗന്ദര്യം. നല്ല കാണാൻ ഭംഗിയുള്ള ആൾക്കാർക്ക് അവർക്കും അഹങ്കാരം ഉണ്ടായിരിക്കും. ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്. സൗന്ദര്യം നമ്മളുടെ തലയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അതല്ലേ മിസ് വേൾഡ്, മിസ്റ്റർ വേൾഡ്, മിസ് ഇന്ത്യ, മിസ്റ്റർ ഇന്ത്യ. അവർക്ക് അവരുടെ ആ ഒരു സൗന്ദര്യം എത്ര കാലം നിൽക്കും? ഒരു കൊല്ലം. അത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വീണ്ടും വേറെ ആൾക്കായിരിക്കും ആ സൗന്ദര്യത്തിന്റെ ആ ടൈറ്റിൽ പോകുന്നത്. മിസ്റ്റർ ഇന്ത്യ, മിസ് ഇന്ത്യ, മിസ് വേൾഡ്, മിസ്റ്റർ വേൾഡ് എന്നൊക്കെ വരുന്നത്. അത് കഴിഞ്ഞു പബ്ലിക് അറ്റൻഷൻ പോയി. പിന്നെ വേറെ ആളിലേക്കായിരിക്കും. അപ്പൊ ഇതൊക്കെ താൽക്കാലികമാണ്. ഇതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കുന്തി മഹാറാണി പറഞ്ഞത്, ഇതൊന്നും ക്രൈറ്റീരിയ അല്ല. ഇതൊന്നും നമ്മളുടെ ആ ഭഗവത് സേവനത്തിന് ചില സമയത്ത് വിഘ്നമായിട്ട് വരും എന്നാണ് കുന്തി മഹാറാണി പറയുന്നത്. അപ്പൊ ഒരു ഭക്തനാവണമെന്നുണ്ടെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറഞ്ഞല്ല, അത് ഭഗവാന്റെ മേഴ്സി, കടാക്ഷം, കൃപ അതുണ്ടെങ്കിൽ മാത്രമേ കിട്ടും. അപ്പോൾ ഭക്തി, ശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷജെ മഹൈത്തുപി അപ്രതിഹത ആത്മസുപ്രസു. അത് അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കണം, അൺഅലോയ്ഡ് ആയിരിക്കണം. അതേപോലെ അഹൈത്തുകയായിരിക്കണം. യാതൊരു ഭൗതിക തലത്തിലെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകളില്ലാത്ത ഇതായിരിക്കണം. അതാണ് ശുദ്ധ ഭക്തി. ഇപ്പൊ ശുദ്ധ ഭക്തി ആയിരിക്കണം നമുക്ക് വേണം. പക്ഷെ നമ്മൾ സാധാരണ പറയുമ്പോൾ നല്ലൊരു ഭക്തൻ, നല്ലൊരു ഭക്ത. പക്ഷെ ആ ഒരു വിശേഷണം, ഒരു അഡ്ജക്റ്റീവ്, അത് ശുദ്ധ ഭക്തനാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ അത് ഒരു ഗ്ലോറിഫിക്കേഷൻ മാത്രമേ. നമ്മൾ സാധാരണ മറ്റുള്ളവരെ ആ തലത്തിൽ കാണുന്നത് നല്ലതാണ്, എസ്പെഷ്യലി അവരെ ഗ്ലോറിഫൈ ചെയ്ത്. പക്ഷെ അവനവൻ അത് നോക്കണം. ഇപ്പോൾ ഒരാൾ നമ്മൾ പറയും നല്ലൊരു ഭക്തനാണ്, ഞാൻ വിചാരിക്കണം, എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വിചാരിക്കണം ഞാൻ എന്ത് തരത്തിലുള്ള ഭക്തനാണ്, എന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യണം. അതിനുള്ള യോഗ്യത ഉണ്ടോ, ആ ഒരു പേരിനുള്ള യോഗ്യത ഉണ്ടോ, ഞാൻ സ്വയം അവലോകനം ചെയ്യണം. എന്നിട്ട് ഞാൻ തീരുമാനിക്കണം. മറ്റുള്ളവർ പറയും, അത് അവരുടെ മാഗ്നാനിമിറ്റി, അവരുടെ വലിപ്പം, ഗ്രേറ്റ്നെസ് മറ്റുള്ളവർ പറയും. പക്ഷെ അത് ഞാൻ എൻ്റെ ചെവിയിൽ ഇതുകൂടെ വിടണം. കാരണം എനിക്കറിയാം എൻ്റെ ഭക്തി എത്ര ഉണ്ട്. അവരുടെ വലിയൊരു ഗ്രേറ്റ്നെസ് ആണ് അവർ നമ്മളെ അങ്ങനെ പറയുന്നത്. ദാറ്റ്സ് ഫൈൻ. പക്ഷെ നമ്മളത് ഞാൻ അതുകൊണ്ടോ വലിയ ആളായി എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മുടെ കോളർ ഇതാക്കിയിട്ട് ഓക്കെ ഞാൻ വലിയൊരു ഭക്തനാണെന്ന് വിചാരിക്കാൻ പാടില്ല. നമുക്കറിയാം ഓരോരുത്തർക്കും മനസ്സിലാവണം നമ്മളെ ഏത് തലത്തിലാണ്, ഏത് നിലയിലാണ്. അപ്പോ അങ്ങനെ ശുദ്ധഭക്തിയുടെ കാര്യം. അപ്പൊ അങ്ങനെ ശുദ്ധഭക്തി, അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തരത്തിലുള്ള ഭക്തിയുണ്ട്. ഭഗവാൻ ഭഗവത്ഗീതയില് പറയുന്നുണ്ട്. എന്താണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്? ചാതുർവർണ്ണയല്ല, 4 തരത്തിലുള്ള ഭക്തന്മാര്. ചതുർവിധ ഭജന്തേ മാം. എന്താണ്? അർത്ഥാർത്ഥി ജിജ്ഞാസു ജ്ഞാനിച്ച വരദർശക. അർത്ഥാർത്ഥി ജ്ഞാനിച്ച വരദർശം അല്ലെ? അങ്ങനെ 4 തരത്തിലുള്ള ഭക്തന്മാർ. അവരെല്ലാം ശുദ്ധ ഭക്തന്മാരാണോ? അല്ല. എന്നാണ് ആർത്ഥം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക്. ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, മനസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അസുഖങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഡിസ്ട്രെസ്. ശരീരവും മനസ്സും നമുക്ക് ഒരുപാട് വേദനകൾ, ക്ലേശങ്ങൾ തരും. റിലേഷൻഷിപ്പ് ശരിയല്ല, കുട്ടികളുടെ കാര്യം ശരിയല്ല, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഓഫീസിൽ പ്രശ്നം, നൈബറുടെ പ്രശ്നം, അങ്ങനെ ഒരുപാട് ഡിസ്ട്രെസ് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതിന്ന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ തൊഴുകാൻ പോകും. അപ്പൊ നമ്മൾ എന്തിനാണ് അമ്പലത്തിലും ക്ഷേത്രത്തിലും മറ്റ് ധാമിലും ഒക്കെ പോകുന്നത്? നമ്മളുടെ ഡിസ്ട്രെസ്, നമ്മളുടെ ക്ലേശങ്ങൾക്ക് ഒരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശുദ്ധഭക്തിയാണോ അത്? അല്ല. പക്ഷെ എങ്കിലും ഭക്തിയാണ്. അതിന് നമ്മൾ ഭക്തി
ശുദ്ധഭക്തിയല്ല. പിന്നെ അർത്ഥാർത്ഥി, ധനം. അർത്ഥം എന്ന് പറഞ്ഞാൽ പൈസ. അതില്ല. ഏതൊരു കാര്യത്തിൽ നമുക്ക് പൈസ ഇല്ലാതെ കാര്യം നടക്കില്ല. ഒരു വീട് വേണമെങ്കിൽ പൈസ വേണം, നമ്മൾ ജീവിതം കഴിക്കുന്നത് പൈസ വേണം, സാധനങ്ങൾ വേണമെങ്കിൽ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. അപ്പൊ അതിന്റെ ആഗ്രഹം, എല്ലാവർക്കും പൈസ ഉണ്ട്, എൻ്റെ പൈസ ഇല്ല, എനിക്ക് പൈസ വേണം. അപ്പൊ എന്താണ് ഈസി മെത്തേഡ്? ഭഗവാനെ ചെന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ അർത്ഥാർത്ഥി, പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ ചെന്ന് പ്രാർത്ഥിക്കും. അവരെയും ഭക്തന്മാരെന്ന് പറയും. അതേപോലെ ജിജ്ഞാസു. ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് വളരെ ക്യൂരിയോസിറ്റി, ആകാംക്ഷ. ഭഗവാൻ എന്താണ് എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത്? എനിക്ക് സൗന്ദര്യം ഇല്ലല്ലോ. എനിക്ക് മാത്രം സൗന്ദര്യമില്ല, മറ്റുള്ളവർക്കും സൗന്ദര്യം എന്താണ് എന്ന് ഞാൻ മാത്രം ഇങ്ങനെ മറ്റുള്ള പണം കഴിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കതില്ല. എനിക്ക് നല്ല കുടുംബമില്ല, അവർ നല്ല കുടുംബം. ഇവിടെ ഒരുപാട് ഡിസ്പാരിറ്റി കാണുമ്പോൾ നമുക്ക് ആഗ്രഹം, ഞാൻ ആരാണ് എഴുതുന്നതെന്ന് വീട്ടിലേക്ക് പോകുന്നു, എന്താണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം, അങ്ങനെ പല പല ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയും. അപ്പോൾ ഇതറിയാൻ ആഗ്രഹം. ഈ കോസ്മോസ്, ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, അതിന്റെ ആവശ്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ, ഇതെല്ലാം നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാനെ സമീപിക്കും. അവരെന്താ പറയുന്നത്? ജിജ്ഞാസു. പിന്നെ ജ്ഞാനി. ജ്ഞാനിച്ച ഭരതർഷഭ. ജ്ഞാനി പറഞ്ഞാൽ വൈസ്, ഇന്റലിജന്റ് പീപ്പിൾ, ബുദ്ധിയുള്ള ആൾക്കാർ. ഉദാഹരണത്തിന് ശൗനകാദി ഋഷികള്, ഇതിലെ സേജസ്, അവര് ജ്ഞാനികളാണ്. അതുകൊണ്ടാണ് ഈ ഭഗവത് ലീലകളും ഭഗവത് കഥകളും കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. ഓരോന്ന് ചോദിച്ച് കേൾക്കാൻ അവരവരുടെ പുസ്തകങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബത്തെ അറിവുണ്ട്. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും. അവരൊക്കെ ഭക്തന്മാരാണ്. ഭക്തന്റെ വിഷാശുദ്ധ ഭക്തന്മാരും അല്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭൗതിക ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഭഗവാനെ സമീപിക്കുന്നത്. ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ടേംസ് ഭഗവാൻ ഭഗവത്ഗീതയിലും മറ്റു ഗ്രന്ഥങ്ങളിലും ഭക്തന്മാർക്ക് കൊടുക്കുന്നത്. ശുദ്ധഭക്തൻ, പ്യൂർ ഡിവോട്ടി. വെറും ഡിവോട്ടിയാണ്, there are devotees, അവരെല്ലാം ഭക്തന്മാരാണ്. there are pure devotees പറഞ്ഞ വ്യത്യാസം. ശുദ്ധഭക്തൻ, അതിനെ യാതൊരു കലർപ്പുമില്ലാത്ത, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സ്വർണ്ണം 24 കാരറ്റ്, അതിൽ യാതൊരു അലോയ് മിക്സില്ല, കലർപ്പില്ല. 24 കാരറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്വർണ്ണമാണ്. അതിന് ചെമ്പോ അല്ലെങ്കിൽ വെള്ളിയോ കലർപ്പ് ഇല്ല. പ്യുവർ ഗോൾഡ്. അതുകൊണ്ട് നമ്മുടെ ഭക്തി ശുദ്ധഭക്തി ആയിരിക്കണം, പ്യുവർ ഭക്തി ആയിരിക്കണം, നോട്ട് ഈവൻ എ ടിഞ്ച് ഓഫ് അലർ. അപ്പോ അങ്ങനെ ആ ശുദ്ധഭക്തിയാണ് ഇവിടെ വേണ്ടത്. അത് അത്തരത്തിലേക്ക് ഉയർന്നു. പിന്നെ ഭഗവാൻ പറയേണ്ടത് മിശ്രിത ഭക്തി. എന്താണ് പറയുന്നത്? കർമ്മ മിശ്ര ഭക്തി, ജ്ഞാന മിശ്ര ഭക്തി, യോഗ മിശ്ര ഭക്തി. കർമ്മം അതായത് ആ ഭക്തിയിൽ കർമ്മ മിശ്രിതമുണ്ട്. അതായത് എങ്ങനെ സ്വർണത്തില് മറ്റുള്ള ലോകങ്ങളുടെ മിശ്രിതമുണ്ടോ, അതേപോലെ ഈ ഭക്തിയിൽ കർമ്മത്തിന്റെ മിശ്രിതമുണ്ട്. അതായത് കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുള്ള ഭക്തി ചെയ്യുന്നു. കർമ്മ മിശ്രിതം. ജ്ഞാന മിശ്രിത ഭക്തി, ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഭക്തി ചെയ്യുന്നു. പിന്നെ യോഗ മിശ്രിത ഭക്തിയുണ്ട്, പക്ഷെ അതിൽ യോഗ, മിസ്റ്റിക് പവേഴ്സ്, എനിക്ക് ഒരുപാട് സിദ്ധികൾ കിട്ടും, അതിനു വേണ്ടി ഭക്തി. അപ്പോ എത്ര തരായിപ്പോ ഒന്ന് ശുദ്ധഭക്തി, അത് പ്യുവർ, അതൊരു തലത്തിൽ. പിന്നെ ഭക്തി മിശ്രിതമായിട്ടുള്ളത്, അത് 4 തരത്തിൽ. അർത്ഥം, അർത്ഥാർത്ഥി, ജ്ഞാനി, ജിജ്ഞാസു. പിന്നെ കർമ്മ മിശ്ര ഭക്തി, ജ്ഞാന മിശ്ര ഭക്തി, പിന്നെ യോഗ മിശ്ര ഭക്തി. പ്രധാനമന്ത്രി 7. ഇനി അതിനെ തിരിച്ചിടാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ.
എന്താണ് ശ്ലോകം ക്ലിയർ ആണോ? എന്താ വീണ്ടും എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരണം. എക്സിറ്റ് ആക്കിയോ? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ക്ലിയർ ആണോ അപ്പോ? ഇല്ല, എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരട്ടെ ഞാൻ. ആ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. ക്ലിയർ ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇനി മൂന്നെണ്ണം മാറ് എന്നാണ് ഭഗവാൻ പറയും. ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആണ് കേട്ടോ, എങ്കിലും കൂടിയും ഡിഫറെന്റ് ടേംസ് ഭഗവാൻ യൂസ് ചെയ്യാണ്. ഓക്കെ, ആ 4 പറഞ്ഞു, പിന്നെ 3 പറഞ്ഞു, ഇനി 3. ഇനി ഭക്തി മിശ്ര കർമ്മ, ഭക്തി മിശ്ര ജ്ഞാന, ഭക്തി മിശ്ര യോഗ. ഇപ്പൊ ആദ്യം പറഞ്ഞാല് ഏതാണ് പ്രീഡോമിനന്റ് ആയിട്ട്? ഭക്തിയാണ്. ഇപ്പൊ പറയുന്നതില് ഭക്തിയല്ല, കർമ്മ ജ്ഞാന യോഗ. കാരണം ഭക്തി മിശ്ര കർമ്മ. അപ്പോ അതിൽ ഏതാണ് പ്രിഡോമിനന്റ്? കർമ്മമാണ് പ്രിഡോമിനന്റ്. അതിൽ ഭക്തി മിശ്രിതമാണ്. മറ്റേത് ഭക്തിയാണ് പ്രിഡോമിനന്റ്, കർമ്മം മിശ്രമാണ്. ഡിഗ്രി, അതിന്റെ പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത്. ആദ്യം പറയുന്നത് കർമ്മ മിശ്ര ഭക്തി, ജ്ഞാന മിശ്ര ഭക്തി, പിന്നെ യോഗ മിശ്ര ഭക്തി. ഇപ്പൊ പറയുന്നത് ഭക്തി മിശ്ര കർമ്മ, ഭക്തി മിശ്ര ജ്ഞാന, ഭക്തി മിശ്ര യോഗ. അപ്പൊ 4 3 7 3 10. പിന്നെ ഭഗവാൻ പറയുന്നു, ചില സ്ഥലത്ത് പറയുന്നു നിർഗുണ ഭക്തി, 3 ഗുണത്തിന്റെയും അതീതമായിട്ടുള്ള ഭക്തി. അതില് അതും ശുദ്ധഭക്തി അല്ല. കാരണം അവിടെ 3 ഗുണത്തിലല്ലെങ്കിലും കൂടിയിട്ട് ചെറിയ ടിഞ്ച് ഓഫ് മെറ്റീരിയൽ എക്സ്പെക്ടേഷൻ ഫോർ നെയിം ആൻഡ് ഫെയിം. പിന്നെ പറയുന്നു സകാമഭക്തി, നിഷ്കാമഭക്തി. ഞാൻ ചെയ്യുന്ന ആ കർമ്മത്തിന്റെ ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു. നിഷ്കാമം, യാതൊരു ആഗ്രഹമില്ല. സകാമം, സകാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ വെച്ചിട്ട്. അങ്ങനെ പല ടേംസും പല തരത്തിലുള്ള ഭക്തിയും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഭക്തികൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുകളിലേക്ക് ഉയരണം. എന്നിട്ട് ശുദ്ധഭക്തി, പ്യുവർ ഡിവോഷൻ സർവീസിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ മാത്രമാണ് നമുക്ക് വൈകുണ്ഠത്തിലേക്ക് എൻട്രി കിട്ടുള്ളൂ, പ്രവേശനം കിട്ടുള്ളൂ. നമ്മളൊരു എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ പ്രവേശനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം ക്രൈറ്റീരിയ ഉണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാവണം. ഓക്കെ, 12th സ്റ്റാൻഡേർഡിൽ ഇന്ന സബ്ജക്റ്റിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഇത് കിട്ടുള്ളൂ, അഡ്മിഷൻ കിട്ടുള്ളൂ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജിലൊക്കെ. അതേപോലെ ഭഗവത് ധാമിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുന്നുണ്ടെങ്കിൽ മിനിമം ക്രൈറ്റീരിയ നമ്മൾ ശുദ്ധ ഭക്തരായിരിക്കണം, പ്യുവർ ഭക്തരായിരിക്കണം. യാതൊരു വിധത്തിലുള്ള ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ഭഗവാന്റെ പ്രീതി, അത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ പാടുള്ളൂ. അതന്നെയാണ് രൂപ ഗോസ്വാമി പറയുന്നത്, ജ്ഞാന കർമ്മ ആദി അനാവൃത. നമ്മളുടെ ഭക്തി എന്ന് പറഞ്ഞാൽ, ശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനും കർമ്മത്തിനും മറ്റുള്ള അതുപോലുള്ള വിഷയങ്ങളിൽ നിന്നും ഫ്രീ ആയിരിക്കണം, അനാവൃത. അതാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. അതാണ് ശുദ്ധഭക്തി. അനാസക്ത, എന്താണ് ശ്ലോകം? അനാസക്തസ്യ വിഷയാൻ, ഓർമ്മയുണ്ടോ അത്? ഒരു മംഗളമാതാജി വിളിക്കണു, അറിയില്ല. ഓക്കെ, പിന്നെ എടുക്കാം.
ഞാനും അതെ മംഗളയുടെ സൗണ്ട് കേട്ടല്ലോ എന്ന് തോന്നി. ഓക്കെ, അനാസക്തസ്യ വിഷയാൻ ഞാൻ മറന്നത്. അതായത് വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ആസക്തി എടുക്കണം, അനാസക്തിയായിരിക്കണം, ആസക്തി പാടില്ല. അതും വേറെ നല്ല ശ്ലോകമാണ്, രൂപഗോസ്വാമിയുടെ ഭക്തി രസാമൃത സിന്ധു. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഭക്തി മാർഗത്തിനെ പറ്റിയിട്ട്, ഭക്തി ടേംസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇവിടെ അതന്നെയാണ് പറയുന്നത്, ഈ ശ്ലോകത്തിലും അതന്നെയാണ് പറയുന്നത്. ആർക്കാണ് ഭഗവാന്റെ ധാമിലേക്ക് പോകാനുള്ള അർഹത അല്ലെങ്കിൽ യോഗ്യത എന്താണെന്ന് അതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. Thus practicing constant control of the body, mind and activities, the mystic transcendentalist, his mind regulated, attains to the kingdom of God for the abode or the abode of Krishna by cessation of material existence. അപ്പോൾ നമ്മൾ റെഗുലേറ്റ്സ്, അപ്പോൾ നമ്മളെല്ലാം വൈദ്യ സാധന ഭക്തി ചെയ്ത് നമ്മളെ പതുക്കെ പതുക്കെ ഭഗവാന്റെ കൃപ കൊണ്ട് രാഗാനുഗ ഭക്തി സ്റ്റേജിലേക്ക് ഉയരണം. ഇപ്പോൾ രാഗാനുഗ ഭക്തി സ്റ്റേജിലേക്ക് ഉയർന്നാൽ നമ്മളെല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കാൻ പാടില്ല. അവിടെയും നമ്മളെ റെഗുലേഷൻ ചെയ്യുന്നുണ്ട്. ആ റെഗുലേഷൻ ഈ റെഗുലേഷന് വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? വൈദ്യ സാധന ഭക്തിയിലുള്ള റെഗുലേഷനും രാഗാനുഗ ഭക്തിയിലുള്ള റെഗുലേഷനും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ അതിന്റെ സിമിലാരിറ്റി എന്താണ്? അവിടെ റെഗുലേഷൻ നമ്മൾ ഇതിനെ സ്പെസിഫിക്കലി റെഗുലേറ്റഡ് എന്ന് പറയുന്നു അല്ലേ? അതിനെ റെഗുലേറ്റഡ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിന് റെഗുലേറ്റഡ് പറയാത്തത്? രാഗ അനുഗ കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സിസ്റ്റത്തിൽ അത് എഴുകിച്ചേർന്നു, നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ 5 മണിക്ക് അലാം വെക്കുന്നു, 5 മണിക്ക് അലാം വെച്ചിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നു 5 മണിക്ക്. കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസായി, അലാം ഇല്ലാതെ തന്നെ നമ്മൾ 5 മണി കഴിക്കും, നമ്മുടെ സിസ്റ്റത്തിൽ അത് അലിഞ്ഞു ചേർന്നു, ഓട്ടോമാറ്റിക്കലി 5 മണിക്ക് നമ്മൾ എഴുന്നേൽക്കും. അതേപോലെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ആ റെഗുലേഷനോട് പോകേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം അതിനെ അഡാപ്റ്റായി. അപ്പോൾ റെഗുലേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും, നമ്മളറിയാതെ തന്നെ. അങ്ങനെയാണ് വൈദ്യ സാധന ഭക്തി ചെയ്ത് രാഗാനുഗ ഭക്തിയിലേക്ക് എത്തുന്നത്. അങ്ങനെ രാഗാനുഗ ഭക്തിയുടെ മൂർധന്യത്തിലെത്തുമ്പോൾ, ഉച്ചകോടിയിലെത്തുമ്പോൾ, പക്വതയിൽ വരുമ്പോൾ ആ ഒരു ഭക്തനെ എന്താണ് വിളിക്കുക? രാഗാത്മിക ഭക്തൻ എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു രാഗാത്മിക ഭക്തനെയാണ്. വൈദ്യ സാധന ഭക്തി ചെയ്യുന്ന നമ്മളെ അവരെ ഒരു റോൾ മോഡലാക്കിയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ രൂപാനുഗാസ്, പ്രഭുപാദ അനുഗാസ് പറയുന്നത്. അവരെല്ലാം രാഗാത്മിക ഭക്തന്മാരാണ്. അപ്പൊ അവരെ അനുഗമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അവരെ അനുകരിക്കുകയല്ല ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്. അനുഗമിക്കുന്നതിലും അനുകരിക്കുന്നതിലും വ്യത്യാസമുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതാണ് അനുഗമനം. അനുകരിക്കുന്ന അവർ ചെയ്യുന്ന പ്രതികളെ നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കുക, അത് തെറ്റാണ്. ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അനുകരിക്കാൻ പാടില്ല, എസ്പെഷ്യലി കൃഷ്ണൻ. ശ്രീരാമ ഭഗവാന് പിന്നെയും ഓക്കെ, ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്ന ഒന്നും നമ്മൾ അനുകരിക്കാൻ പാടില്ല. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കാനേ പാടുള്ളൂ. അപ്പോൾ വൈദ്യ സാധന ഭക്തിയിലൂടെ പതുക്കെ പതുക്കെ വളർന്നു രാഗാനുഗ ഭക്തിയിൽ നമ്മൾ ആ ഉച്ചകോടിയില്ലെങ്കിൽ ആ പക്വതയിൽ വരുമ്പോൾ നമ്മൾ രാഗാത്മിക ഭക്തനാവും. ആ രാഗാത്മിക ഭക്തന്മാരായിട്ടുള്ള ഗോസ്വാമിമാരുടെ, എസ്പെഷ്യലി നമ്മുടെ ഗൗഡിയ വൈഷ്ണവ പരമ്പരയിൽ രൂപാനുഗാസ് നമ്മൾ പറയുന്നു. രൂപ ഗോസ്വാമി നമ്മൾ അനുഗമിക്കുന്നു, അതല്ലെങ്കിൽ പ്രഭാതെ നമ്മൾ അനുഗമിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളൊരു പ്യുവർ ശുദ്ധ ഭക്തന്റെ സ്റ്റേജിലേക്ക് എത്തും. നമ്മള് ആരും പറയാൻ പാടില്ല എന്നെ ഫോളോ ചെയ്യണം, നമ്മൾ കൃഷ്ണനെ ഫോളോ ചെയ്യണം, ആചാര്യന്മാരെ ഫോളോ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും മീഡിയേറ്ററാണ്, നമ്മളെല്ലാവരും ഒരു ഉപകരണമാണ് ഭഗവാന്റെ കയ്യിൽ. നമ്മളെ പേരും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പാടില്ല. എൻ്റെ അവകാശം മാത്രമാണ്. ഡിവോട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരാളെ കൃഷ്ണ ഭക്തനാണ് ആക്കുന്നത്, എൻ്റെ ഭക്തനല്ല ആക്കേണ്ടത്. ഞാൻ ഒരു നിമിത്തം മാത്രം.
അതേപോലെ നിങ്ങളും ഓരോരുത്തർക്കും മറ്റുള്ളവർക്കും ഓരോ നിമിത്തം മാത്രം. അതുകൊണ്ട് ഫുൾ ക്രെഡിറ്റ് എനിക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടില്ല. എന്താണോ നമ്മളുടെ അധികാരികൾ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത്, എല്ലാവരെയും നമ്മളുടെ കഴിവനുസരിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് ഞാൻ ഇവിടെ പിടിച്ചു കെട്ടുകയല്ല ചെയ്യേണ്ടത്. എല്ലാവർക്കും അതിനുള്ള അവസരം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഭാരത ഭൂമിതേ ഹൈല മനുഷ്യ ജന്മയാര ജന്മ സാർത്ഥകരി കര ഉപകാര. ഭാരതഭൂമിയിൽ മനുഷ്യജന്മം ആർക്ക് കിട്ടിയിട്ടുണ്ടോ അവരുടെ സ്വന്തം ജന്മ സാർത്ഥകം കാരണം ചെയ്യണം, എന്നിട്ട് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മളുടെ ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമ്മളുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരാളും അതിനെ പിടിച്ചു നിൽക്കാൻ പാടില്ല. ഒരാൾക്ക് ഒരു കഴിവുണ്ട്, ഒരാൾക്ക് ചില ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉണ്ടാവും. അത് പുറത്ത് വരുമ്പോൾ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത്. അതിനെ കെടുത്തല്ല വേണ്ട, ആ തീനെ കെടുത്തല്ല വേണ്ടത്. അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. ഓരോരുത്തർക്കും ആ കഴിവ് ഒരു ഇഗ്നിഷൻ പോലെയാണ്, ഒരു സ്പാർക്ക് പോലെയാണ്. ആ സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ആ കഴിവ് പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ എൻകറേജ് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദം വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയുന്നത്, എന്താണ് പറയുന്നത്, പരോപകാരാർത്ഥം ഇതം ശരീരം. ഈ ശരീരം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ. നമ്മൾ തീർച്ചയായും നമ്മൾ ശ്രമിക്കണം. പക്ഷെ അതേസമയം നമുക്ക് അറിവുള്ളത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് ഏതെങ്കിലും മെന്യു, അതായത് ശരിക്ക് തെറ്റായിട്ടുള്ള വഴിയല്ല, എന്താണ് നമ്മൾ ആചാര്യന്മാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ആ വഴിയിൽ കൂടെ നമ്മൾ തീർച്ചയായിട്ടും സഞ്ചരിക്കണം. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുവാനും അവർക്കത് കൊടുക്കുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ സ്വാർത്ഥ താല്പര്യം പാടില്ല, എനിക്ക് മാത്രമേ ഇത് പാടുള്ളൂ, ഞാൻ. അതെന്താണ്? അഹങ്കാരം, അറഗൻസ്. അത് പാടില്ല. ജീവിതത്തിൽ സ്വന്തം നമ്മൾ പഠിക്കണം, ഉയരണം. അതേസമയം മറ്റുള്ളവർക്കും കൂടി നമുക്കത് ഒരു ഉപകാരമാണെങ്കിൽ, ചില ആൾക്കാരുണ്ട്, അതാണ് നമ്മളിത് പറഞ്ഞത്, 2 ടേമാണ് വരുന്നത്. ഒന്ന് ഭക്തി ഗോഷ്ഠി ആനന്ദി, ഭക്തി ആനന്ദി. ഭക്തി ആനന്ദി പറഞ്ഞാൽ അവർ സ്വന്തം ഇതിനു വേണ്ടിയിട്ട് ഭക്തി ചെയ്തിട്ട് സെക്ലൂഡഡ് പ്ലേസിൽ എവിടെയെങ്കിലും കോർണറിൽ പോയിട്ട് അവർ സ്വന്തം കാര്യത്തിന് ചെയ്യും, നല്ല തന്നെ. അവർ പബ്ലിക്കായിട്ട് ഇല്ല, ഏതെങ്കിലും ഹിമാലയത്തിൻ്റെ ഗുഹകളിൽ പോയിട്ട് അവർ സാധന ചെയ്തിട്ട് അവർ പെർഫെക്ഷൻ നേടും. പക്ഷേ നമ്മളുടെ ഗൗഡിയ സമ്പ്രദായം പറയുന്നത്, ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഷഡ്ഗോസ്വാമി പറയുന്നത്, എല്ലാവരും ഗുരുക്കന്മാരാവാനാണ് പറയുന്നത്. എവറി വൺ ബിക്കം ഗുരു. ഗുരു മീൻസ് അപ്പം നമ്മൾ ഞാൻ ഗുരുവാണ്, ഞാൻ പറയുന്ന പോലെ എല്ലാം കേൾക്കണം, അതല്ല. തീർച്ചയായിട്ടും ഗുരു പറയുന്നത് കേൾക്കണം, പക്ഷെ ആ ഗുരുവിന് അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗുരു ആയിട്ട് കാര്യമില്ല. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പറഞ്ഞു കൊടുക്കുക, ആ തരത്തിൽ ഗുരു. അല്ലാണ്ട് നമ്മൾ ദീക്ഷാഗുരു ആ ഒരു ലെവലിൽ, അല്ലെങ്കിൽ ആചാര്യന്മാരെ, മഹാരാജക്കന്മാരെ, സന്യാസിമാരന്മാർ, ആ തരത്തിൽ എല്ലാവർക്കും ഗുരുവാണ്. ഈവൻ നമ്മുടെ ഭാഗവത 24 ഗുരുക്കളും പറയുന്നുണ്ട്, ഭൂമി, പക്ഷി, പാമ്പ്, അല്ലേ, അങ്ങനെ ഒരുപാട് 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അവരിന്നെല്ലാം നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഗുരു ആ തലത്തിൽ നമ്മൾ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ചില ആൾക്കാരെ നമുക്ക് വിശേഷിപ്പിച്ച് നമുക്ക് ആ ഗുരുസ്ഥാനത്ത് നമുക്ക് നിർത്താൻ പറ്റും. കാരണം വെച്ചാൽ അവരാണ് നമുക്ക് തരുന്ന വിജ്ഞാനം, നമ്മളുടെ വളർച്ചയ്ക്കും അവർ കാരണം. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ തീർച്ചയായിട്ടും കൊടുക്കും. ദീക്ഷാഗുരു ഒന്നേ ഉള്ളൂ, ശിക്ഷാഗുരുക്കൾ മൾട്ടിപ്പിൾ ആയിരിക്കും. അതിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ചില ആ ശിക്ഷാഗുരുക്കളോട് ഒരു പ്രത്യേക മമത ഉണ്ടായിരിക്കണം. കാണിച്ചാൽ അവരുത്തരാണ് നമുക്ക് നമ്മളുടെ വളർച്ച സംഭവിച്ചത്. അപ്പോൾ ആ ഒരു ഇത്, അപ്പം അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം വിട്ട് കഴിഞ്ഞ് വേണം അവരുടെ ബ്രോഡ് മൈൻഡഡ് ആണെങ്കിൽ ഓക്കെ, അവരും അതിനുള്ള അർഹത ഉണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നത് മാത്രം കേട്ടാൽ. അല്ല, അവരും നാരോ മൈൻഡഡ് ആണ്, അവർക്ക് ഇടുങ്ങിയ ചിന്താഗതിയാണ്, ഓപ്പൺനെസ് ഇല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇതാണ്, പ്രാക്ടീസിങ് കോൺസ്റ്റന്റ് കൺട്രോൾ ഓഫ് ദ ബോഡി, mind and activities, the mystic transcendentalist is mind regulated attains to the kingdom of God or the abode of Krishna by cessation of material existence. And
പർപ്പോട്ടും കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. ദ അൾട്ടിമേറ്റ് ഗോൾ ഇൻ പ്രാക്ടീസിങ് യോഗ ഈസ് നൗ ക്ലിയർലി എക്സ്പ്ലെയിൻഡ്. Yoga practice is not meant for attaining any kind of material facility. It is to enable the cessation of all material existence. എന്തിനാണ് യോഗ പ്രാക്ടീസ് എന്ന് ആദ്യം നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഉത്തരം കാണണം. യോഗ നമ്മളുടെ ഭൗതിക ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആധ്യാത്മിക ജീവിതത്തേക്കുള്ള ഒരു ചോട്ടുപടിയാണ് യോഗ. അപ്പോൾ സെസേഷൻ ഓഫ് ഓൾ മെറ്റീരിയൽ എക്സിസ്റ്റൻസ്, നമ്മുടെ ഭൗതിക ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് യോഗ പ്രാക്ടീസ്. അല്ലാണ്ട് സിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഭൗതിക തലത്തിലുള്ള സിദ്ധി, അഷ്ടസിദ്ധി, അനിമ, മഹിമ, ലഘിമ, പ്രാപ്തി പറഞ്ഞിട്ടുള്ള ഒരുപാട് സിദ്ധി, അതല്ല നമ്മുടെ ഉദ്ദേശം. വൺ ഹു സീക്സ് an improvement in health or aspires after material perfection is no yogi according to Bhagavad Gita. ഇതാണ് നമ്മളുടെ ഉദ്ദേശിച്ചാൽ മെറ്റീരിയൽ പെർഫെക്ഷൻ, ഒരുപാട് ആഗ്രഹങ്ങൾ ഭൗതിക തലത്തിൽ, അത് ഭഗവത്ഗീതയുടെ ആധാരപ്രകാരം അവർ യോഗിയേ അല്ല. Nor does cessation of material existence entail one's entering into the void. Void എന്ന് പറഞ്ഞാൽ abstract light, ശൂന്യത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ അതിനെ ఖండిക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്താരിണി. നിർവിശേഷ പറഞ്ഞാൽ മായവാദ, ഇമ്പൾസണിസം. ശൂന്യവാദി പറഞ്ഞ വോയിഡിസം, ശൂന്യം. ആ ഒരു ഫിലോസഫിയെ ഖണ്ഡിച്ച് ഭക്തി ഫിലോസഫിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രൂപ ഗോസ്വാമിയുടെയും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെയും ആഗ്രഹപ്രകാരം ചില പ്രഭുപാദർ പാശ്ചാത്യ ദേശത്തിൽ പോയത് ആണ് പാശ്ചാത്യ ദേശത്താരിണി എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഓൺലി എ മിത്ത്. അതായത് വോയിഡിസം, ഇമ്പൾസിലിസം ഒരു മിത്താണ്, അത് യാഥാർത്ഥ്യമല്ല എന്നാണ് പറയുന്നത്. ദർ ഇസ് നോ വോയിഡ് എനിവർ വിത്തിൻ ദ ക്രിയേഷൻ ഓഫ് ദ ലോർഡ്. ഭഗവാന്റെ സൃഷ്ടിയിലെ ശൂന്യം പറഞ്ഞിട്ടില്ല. Rather, the cessation of material existence enables one to enter into the spiritual sky, the abode of the Lord. The abode of the Lord is also clearly described in the Bhagavad Gita as a place where there is no need of sun, moon or electricity. Na tad bhashede suryo na shashanko na pavaga yad gatvana nivartande tad dhama paramamam. അവിടെ ഇലക്ട്രിസിറ്റിയുടെയോ സൂര്യ ഭഗവാന്റെയോ ചന്ദ്ര ഭഗവാന്റെയോ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. സെൽഫ് ലൂമിനസ് ആണ്. അവിടെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. സോ ഓൾ ദ പ്ലാനറ്റ്സ് ഇൻ ദ സ്പിരിച്വൽ കിങ്ഡം ആർ സെൽഫ് ഇലുമിനേറ്റഡ് ലൈക്ക് ദ സൺ ഇൻ ദ മെറ്റീരിയൽ സ്കൈ. The kingdom of God is everywhere, but the spiritual sky and the planets thereof are called Paramdhama. Paramdhama. Okay? Paravyoma. Paraprakriti, Aparaprakriti. Enda Paraprakriti? Beyond the material world. Bhaudiya Lokathinte meede. Aparaprakriti is material world. Bhaudiya Lokam. Apara. Under term Paraprakriti, Aparaprakriti. A consummate yogi who is perfect in understanding Lord Krishna, as is clearly stated herein by the Lord himself, mat chitta, mat para, mat sthanam. Mat chitta, mat para, mat sthanam. Can attain real peace and can ultimately reach the supreme abode. Mat chitta, enne eppozhum dhyanikkunna. Ade? Mat para, paramdham, mat sthanam, abode. അതാണ് അവർക്ക് മാത്രമേ റിയൽ പീസ്, ശാന്തി സമാധാനം ഉള്ളൂ. അവർക്ക് മാത്രമേ പരബ്ധാമത്തിന് പോകാൻ പറ്റുള്ളൂ എന്നാണ്. In the Brahma Samhita 5.37, it's clearly stated, Golokeva Nivshyatya Glatma Bhuta. The Lord, although residing always in his abode called Goloka, is the all-pervading Brahman and the localized Paramatma as well by dint of his superior spiritual energies. No one can reach the spiritual sky, Vaikunta, or enter into the Lord's eternal abode, Goloka Vrindavana, without the proper understanding of Krishna and his plenary expansion Vishnu. ഭഗവാനെ പറ്റിയിട്ട് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്കും പരംധാമിന്റെ പരവ്യോമത്തിലേക്ക് വൃന്ദാവനത്തിലേക്ക് പോകാൻ പറ്റില്ല, എന്നുള്ള യോഗ്യത ഇല്ല. Therefore, a person working in Krishna consciousness is the perfect yogi because his mind is always absorbed in Krishna's activities. സവയമന കൃഷ്ണ പാദാരവിന്ദയോ, അംബരീഷ് മഹാരാജാവിന്റെ അല്ലെ, സവയമന കൃഷ്ണ എപ്പോഴും എന്റെ മനസ്സ് ഭഗവാന്റെ അംബുജാക്ഷന്റെ പത്മജാക്ഷന്റെ പാതാരവിധത്തിലായിരിക്കും. അതാണ് അംബരീഷ് മഹാരാജ് പറയുന്നത്. ഇൻ ദ വേദാസ് ആൾസോ സേതസ്വതാര ഉപനിഷത്ത് 3.8 we learn തമേവ വിദിത്വാദി മൃത്യും ഏതി.
one can overcome the path of birth and death only by understanding the Supreme Personality of Godhead Krishna. In other words, perfection of yoga system is the attainment of freedom from mental existence and not some magical jugglery or gymnastic feats to befool innocent people. അപ്പോൾ യോഗ സിസ്റ്റം എന്തിനാണ് ഭഗവാൻ ഇത് ഇവിടെ കൊണ്ടുവന്നത്? ഭഗവാൻ അർജുനൻ മുഖേന നമുക്ക് പറഞ്ഞത് ടു കം ടു ദ പെർഫെക്ഷൻ സ്റ്റേജ്. ആ ഒരു പെർഫെക്ഷനിൽ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. മനുഷ്യജന്മത്തിൽ മാത്രമേ പറ്റൂ. അല്ലാണ്ട് വാക്ചാതുര്യം കൊണ്ടോ അല്ലെങ്കിൽ കുറെ ജിംനാസ്റ്റിക് ഫീറ്റ്സ് കൊണ്ടോ സോ കോൾഡ് യോഗിക് എക്സസൈസ് കൊണ്ടോ പബ്ലിക്കിനെ നമ്മൾ വിഡ്ഢികളാക്കുക എന്നല്ലാതെ അതിനും അപ്പുറം ഒന്നുമില്ല. ഒരുപാട് യോഗ ക്ലാസ്സസും യോഗ സ്റ്റുഡിയോസും അങ്ങനത്തെ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മളുടെ ശരീരത്തിന് ചിലപ്പോൾ മെച്ചപ്പെടുമായിരിക്കും, പക്ഷെ ആത്മീയ തലത്തിൽ നമുക്ക് യാതൊരു ഉന്നമനവും നമുക്ക് സംഭവിക്കില്ല. അത് ഭക്തിയിൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഭക്തി ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം സീറോ ആണ്. ഓക്കെ, യോഗ പ്ലസ് ഭക്തി, ഓക്കെ, ജ്ഞാന പ്ലസ് ഭക്തി, കർമ്മ പ്ലസ് ഭക്തി. ആ ഭക്തി ആയിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. അപ്പോൾ ഭക്തിയിൽ കർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, യോഗമുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം ഒരു ശുദ്ധ ഭക്തനായിട്ട് മാറാനായിരിക്കണം. അപ്പോൾ മാത്രമാണ് ആനുകൂല്യേന കൃഷ്ണാനുശീലനം, ഭഗവാന് ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഭക്തി ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് ഈ ശ്ലോകം കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഹരേ കൃഷ്ണ വാഞ്ച കൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവതി की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे, हरि हरि, हरे कृष्णा.